ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മുരിങ്ങക്കായ തോരനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് കൂടുതൽ എളുപ്പത്തിലും ടേസ്റ്റിലും നമുക്ക് വെറൈറ്റി മുരിങ്ങക്കായ തോരൻ റെഡിയാക്കാം. ഇതിനായി ഞാനിവിടെ 6 മുരിങ്ങക്കായ എടുത്തിട്ട് മിഡിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊരെണ്ണ എടുത്തിട്ട് ആദ്യം മിഡിലൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓരോ മുരിങ്ങക്കായുടെ പൾപ്പൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാ മുരിങ്ങക്കായും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഓവറായിട്ട് അരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇരുപതോളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചുവന്നുള്ളി മുഴുവനോടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചോപ്പ് വെച്ച് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഉള്ളിയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവിയിൽ ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. മുരിങ്ങക്കായ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തോരനിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തോരനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയിൽ റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.